ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പക്കറിയാണ്. നമ്മൾ സാധാരണ കപ്പ വേവിക്കുക പുഴുങ്ങുക ഒക്കെയല്ലേ ചെയ്യുന്നത്. ഇതുപോലെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു കറിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റും. കപ്പ ആദ്യം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വേവിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കടുക് വറുത്ത് സവാള, പച്ചമുളക്, വെളുത്തുള്ളി അത്രയും വഴറ്റി അതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വെന്തിരിക്കുന്ന കപ്പ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നമുക്ക് ഓരോരുത്തർക്കും എത്ര ഗ്രേവി അല്ല ചാറ് എത്ര വേണമെന്നനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കപ്പ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 4 പീസ് ഫ്രോസൺ കപ്പയാണ്. അത്രയും മതി നമുക്കൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കപ്പയൊന്നും വേണ്ട. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം കപ്പ ഉണ്ടെങ്കിൽ നമുക്ക് കറി ചെയ്തെടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കണേ.